എല്ലാവർക്കും സമാധാനമായില്ലേ എന്ന് ചോദിച്ച് അലറിക്കരയുന്ന ജാസ്മിൻ നിലവിട്ട് കുഷ്യനുകൾ പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഇതിനിടെ ഗബ്രി തലചുറ്റി വീഴുന്നു എന്നിങ്ങനെ അതിനാടകീയ സംഭവങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്. ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് മുതൽ കൂടുതൽ തളർന്നു പോകുന്ന ജാസ്മിനെയായിരുന്നു ഷോയിൽ കാണാൻ സാധിച്ചത്. ഗബ്രി ഷോയിൽ നിന്നും പുറത്തേക്ക് പോകുകയാണെന്ന് പറയുമ്പോൾ അങ്ങനെ പാടില്ല എന്ന് ജസ്മിൻ ഇന്നലെ ഗബ്രിയോട് പറഞ്ഞിരുന്നു. അതേ ജാസ്മിൻ തന്നെ താൻ ഇന്ന് ഷോയിൽ നിന്നും പോകുകയാണെന്ന് പറയുന്നതാണ് കണ്ടത്. ജിൻഡോയുമായുള്ള ഒരു വഴക്കിനിടെ ജാസ്മിൻ കൂടുതൽ മാനസികമായി തകരുകയും വലിയ രീതിയിൽ കരയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഗബ്രി ജാസ്മിൻ കോംബോയ്ക്കിടയിൽ എന്താണ് എന്ന ക്ലാരിഫിക്കേഷനുകൾ മോഹൻലാൽ നടത്തിയിരുന്നു. പ്രേക്ഷകർക്ക് വേണ്ടിയായിരുന്നു ഈ വ്യക്തത വരുത്തിയതെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഇരുവരുടെയും ചില വീഡിയോസും ഷോയിൽ പ്രദർശിപ്പിച്ചു. ഇതിന് പിന്നാലെ വളരെയധികം ഇമോഷണലായാണ് ജാസ്മിനെയും ഗബ്രിയെയും ബിഗ് ബോസ് വീട്ടിൽ പിന്നീട് കണ്ടത്. ഇന്നും രാവിലെ മുതൽ തന്നെ വളരെ സൈലന്റ് ആയിരുന്നു ഇരുവരും. ഇടയിൽ മൈക്ക് ധരിക്കണമെന്ന് പറഞ്ഞ ജിൻഡോയുമായി ജാസ്മിൻ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നാൽ ജാസ്മിൻ മൈക്ക് ധരിക്കാനും കൂട്ടാക്കിയില്ല. ഒടുവിൽ ബിഗ് ബോസിന് തന്നെ ഇടപെടേണ്ടി വന്നു. ഇത് കൂവിയായിരുന്നു ജിൻഡോ വരവേറ്റത്. ജിൻഡോ ഇങ്ങനെ ജാസ്മിനെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതോടെ കൺട്രോൾ വിട്ട് ജാസ്മിൻ കരയുകയായിരുന്നു. ലവ് ട്രാക്ക് മാറ്റി സെന്റിമെന്റ് പിടിക്കുകയാണ്, വിട്ടുപോടെ, ഇതൊക്കെ കുറെ കണ്ടതാണെന്നാണ് ജിൻഡോ ആ സമയം പറഞ്ഞത്. അപ്പോഴും ജാസ്മിൻ പൊട്ടിക്കരയുകയാണ്. പിന്നാലെ കൺഫെഷൻ റൂമിലേക്ക് വരാൻ ബിഗ് ബോസ് വിളിച്ചെങ്കിലും അലറിക്കരയുകയാണ് ജാസ്മിൻ ചെയ്തത്. എനിക്ക് വയ്യ, എനിക്ക് പോണ്ട, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്, എനിക്കെൻ്റെ വീട്ടിൽ പോകണം, തീരെ വയ്യ, എനിക്കിവിടെ പറ്റുന്നില്ല, ഞാൻ ഒന്നും ചെയ്തില്ല, എനിക്ക് പറ്റുന്നില്ല, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്, എല്ലാവർക്കും ഇപ്പോൾ സന്തോഷമായില്ലേ എന്നിങ്ങനെ റസ്മിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ജാസ്മിൻ. ഇതെല്ലാം കണ്ടും കേട്ടും ഒന്നും മിണ്ടാനാകാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗബ്രിയെയും കാണാൻ സാധിക്കും. പിന്നാലെ ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ നാടകമൊക്കെ പഠിച്ചു വയ്ക്ക്, ആവശ്യം വരുമെന്നാണ് ഈ സമയത്ത് സായി കൃഷ്ണ ശരണ്യയോട് പറയുന്നത്. ഇത്രയും സങ്കടപ്പെടാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്നാണ് ബിഗ് ബോസ് തന്നെ ജാസ്മിനോട് പറഞ്ഞത്. ഇതിന് വേറെ ആർക്കും ഒന്നും സംഭവിച്ചില്ല, എനിക്ക് സംഭവിക്കുന്നു, എനിക്ക് തിരിയാനും മറിയാനും പറ്റുന്നില്ല, കരയാൻ പറ്റുന്നില്ല, ദേഷ്യപ്പെടാനും ചിരിക്കാനും ഒന്നും പറ്റുന്നില്ല, എന്നെ ഇതിന് കൊള്ളില്ല, എനിക്ക് ചിന്തിക്കാനൊക്കെയുള്ള കഴിവ് പോയി, കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാനേ അല്ല റസ്മിനെ, എൻ്റെ വിഷമത്തിന് കാരണം ഗബ്രി അല്ല, അവൻ എൻ്റെ മുന്നിൽ കരഞ്ഞു, എന്തൊരു മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്, എനിക്ക് ആരെയും കാണണ്ട, പുറത്ത് സപ്പോർട്ട് ഉള്ളത് കൊണ്ടല്ലേ ജിൻഡോയ്ക്കൊപ്പം എല്ലാവരും പോകുന്നത്, എനിക്കും അവനും ഒരു ജീവിതമില്ലേ, കുടുംബമില്ലേ എന്നൊക്കെയാണ് ജാസ്മിൻ നൽകുന്ന മറുപടി. ആ സമയം നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവുന്നു ജാസ്മിൻ, സൈക്കോളജിസ്റ്റിന്റെ സേവനം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഇടയിലിരിക്കുമ്പോൾ ജാസ്മിൻ ഡിസ്റ്റർബ് ആകുന്നു, ഒരു ദിവസത്തേക്ക് മാറ്റി നിർത്താമോ എന്ന് അപ്സര ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്. അതേക്കുറിച്ച് ആലോചിച്ച് പറയാമെന്ന് ബിഗ് ബോസ് മറുപടി നൽകി. ഇതിനിടെ ഗബ്രിക്കും വയ്യാതാകുന്നു. ആരോടും മിണ്ടാതിരുന്ന ഗബ്രിക്ക് സൈക്കോളജിസ്റ്റിന്റെ സഹായം നൽകുകയും ചെയ്യുന്നുണ്ട്. ഗബ്രിക്കാണ് ഇവിടെ പ്രശ്നം വന്നതെന്നും ജാസ്മിൻ നാടകം കളിക്കുന്നു എന്നെല്ലാമാണ് മറ്റു മത്സരാർത്ഥികൾ പറയുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.